കുമ്പളങ്ങി കല്ലഞ്ചേരി മത്സ്യക്കെട്ടിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങി. കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള കല്ലഞ്ചേരി ഫിഷ് പോണ്ടിലാണ് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയത്. മത്സ്യക്കെട്ടിൽ സാമൂഹ്യ വിരുദ്ധർ വിഷം കലർത്തിയതാകാമെന്ന് മത്സ്യത്തൊഴിലാളികൾ സംശയമുന്നയിക്കുന്നു. സംഭവത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തുന്നതിനായി പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ ആരംഭിച്ചു. മത്സ്യകൃഷിയിൽ ലക്ഷങ്ങളുടെ നഷ്ടങ്ങളാണ് ഇതുമൂലമുണ്ടാവുക. കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള കല്ലഞ്ചേരി ഫിഷ് പോണ്ടിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവം പ്രദേശത്ത് വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. ഏകദേശം 8 ഏക്കറോളം വിസ്തീർണമുള്ള ഈ മത്സ്യക്കെട്ട് 3 വർഷത്തേക്ക് മത്സ്യകൃഷിക്കായി ലീസിന് നൽകിയിരുന്നതാണ്. കരിമീൻ, കാളാഞ്ചി, കൂരി, കണമ്പ്, കാരച്ചെമ്മീൻ, ഞണ്ട്, തിരുത തുടങ്ങിയ ലക്ഷക്കണക്കിന് മത്സ്യങ്ങളാണ് ചത്തുപൊങ്ങിയത്. പലപ്പോഴും പലരും ഇത്ര വർഷത്തിൽ ചാല് പിടിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. കാരണം ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് ഒരു 5:30 മണിക്ക് ഞാൻ രാവിലെ എഴുന്നേറ്റ് പല്ലിയാക്കാൻ വേണ്ടി വരുമ്പോഴാണ് ഈ കാണുന്നത്. കാരണം മീനുകളെല്ലാം കൂട്ടത്തോടെ ചത്ത് പൊങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സീനാണ് കാണുന്നത്. കാരണം നമുക്കിത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് സങ്കടം ഉണ്ടായ കാര്യമാണ്. ഇന്നലെ 3-3:30 മണിയായപ്പോഴേക്കും ഞാനിവിടെ വന്ന സമയത്ത് ഒരാൾ ഇവിടെ വന്ന്, ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വണ്ടി വെച്ചപ്പോൾ ഒരാൾ എന്നോട് വന്നിട്ട്, എനിക്ക് പരിചയമുള്ള ആളല്ലത്, ഞാൻ ആദ്യമായിട്ട് കാണാൻ. പുള്ളി വന്നിട്ടുണ്ട്, ഈ കല്ലഞ്ചേരി ചാല് ഏതാണെന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ നിൽക്കുന്നത് തന്നെയാണ് ചാല്. അപ്പോൾ കല്ലഞ്ചേരി ചാല് ഇതല്ലാണ്ട് വേറെ ഉണ്ടാകുന്നും കൂടി പുള്ളി എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വേറെ ഒന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ, പഞ്ചായത്തിൻ്റെ ഒരു ചാലായിട്ട് ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു, വേറെ കാവൽക്കാർ ആരെങ്കിലും ഇവിടെ ഉണ്ടാകുന്ന ചോദിച്ചു. കാരണം കാവൽക്കാർ വന്നത് രാത്രി വൈകിട്ട് 5-5:30 മണിയാകുമ്പോൾ അവർ വരാറുള്ളൂ, ഒരു പകലിവിടെ ഉണ്ടാകാറില്ല. പിന്നെ ഇത് ആരാണ് എൻ്റെ ഓണർ, എവിടെയുള്ള ആളാണെന്ന് വരെ അവർ ചോദിച്ചു. ഇത്രയും കാര്യങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് ചെറിയൊരു ഡൗട്ട് തോന്നിയായിരുന്നു. കാരണം പുള്ളിക്ക് അത് തിരക്കേണ്ട കാര്യമില്ല, ഇവിടുത്തെ കാരണമല്ല. പക്ഷേ ഈ ഒരു കാരണം ഇന്ന് രാവിലെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്കെല്ലാം കൂടി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അതൊരു വലിയൊരു സംശയം ഉണ്ട്. കാരണം ഇത്രയും കാലമായിട്ട് ഇങ്ങനത്തെ ഒരു അനുഭവം ഈ ചാലിൽ ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം എന്തെങ്കിലും വ്യക്തിവൈരാഗ്യമായിട്ട് എന്തെങ്കിലും ചെയ്തതാണോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. സംഭവത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തുന്നതിനായി പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ ആരംഭിച്ചു. പ്രദേശത്തെ CCTV ദൃശ്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. മത്സ്യകൃഷി ഉപജീവനമാക്കിയ നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്തെ ഇത്തരമൊരു സംഭവം ആദ്യമായിട്ടാണെന്ന് നാട്ടുകാർ പറയുന്നു. പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ഫിഷ് പോണ്ട് ലേലം ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇന്ന് രാവിലെ ആരോ വിഷം കലക്കിയാണെന്ന് പറയുന്നു. 100 കണക്കിന് മീനുകളാണ് ചത്തു പൊങ്ങിയിട്ടുള്ളത്. 3 വർഷത്തേക്ക് ലേലം ചെയ്ത് കൊടുത്തിരിക്കുന്ന ഈ ഫിഷ് പോണ്ടിൽ 8.5 ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ 3 വർഷത്തേക്ക് ലേലം ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ പറഞ്ഞു, ഇതിപ്പോൾ സ്വാഭാവികമായിട്ട് ആദ്യ സംഭവം എന്ന നിലയിൽ ശക്തമായൊരു പ്രതിഷേധം ഈ കാര്യത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. കാരണം ഈ വെള്ളം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റു മത്സ്യങ്ങളെയും, കായലിൽ കിടക്കുന്ന മറ്റു മത്സ്യങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരവരുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഇപ്പോൾ അയക്കും. അത് പരിശോധിച്ചതിന് ശേഷം മറ്റു നടപടികൾ സ്വീകരിക്കും. വലിയൊരു നഷ്ടം ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ആരാ ചെയ്തത് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ മോശമാണെന്നൊക്കെ അറിയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് വെള്ളം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫിഷറീസ് എന്നുള്ള ഉദ്യോഗസ്ഥർ വരുമെന്ന് അറിഞ്ഞേക്കണത്. അതിനുശേഷം വേണം ഞങ്ങൾക്ക് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി. വലിയൊരു സാമ്പത്തിക പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ട്. കായലിലെ മത്സ്യസമ്പത്തിനും ഇത് ദോഷകരമായേക്കാമെന്ന ആശങ്കയും മത്സ്യത്തൊഴിലാളികൾ പങ്കുവച്ചു. ഒരുപാട് മത്സ്യങ്ങളാണ് ഇപ്പോൾ ചത്തുപൊങ്ങി കിടക്കുന്നത്. രാവിലെ ഞാൻ വരുമ്പോൾ കണ്ട കാഴ്ച വളരെ ദയനീയമായിരുന്നു. ഇങ്ങനെ ഒരിക്കലും ഒരു മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഇത് കണ്ടുപോകുന്നത്. മൃഗങ്ങൾക്ക് തുല്യമായ ഒരു ഹീനപ്രവൃത്തിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്ന കാഴ്ചയാണ്. 5 മണിക്ക് കാണണേ. ഞാൻ ഇവിടെ വരുമ്പോൾ കണ്ട് കാരക്കുഞ്ഞിട്ടിട്ടുണ്ട്, അങ്ങ് കണമ്പിൻ്റെ കുഞ്ഞിനെ ഇട്ടിട്ടുണ്ട്, അങ്ങനെ പല സാധനം ഇട്ടിട്ടുണ്ട്. രാവിലെ വലിയ കറ്റിലേക്കാണ് പൊങ്ങണത്, കറ്റില ചെമ്പല്ലിയൊക്കെ പൊങ്ങണമെന്ന് വെച്ച്. അടുത്തിടെ 4 ലക്ഷത്തിലധികം ചെമ്മീൻ കുഞ്ഞുങ്ങളെയാണ് ഇവിടെ നിക്ഷേപിച്ചിരുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.